നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചില സംഖ്യാശ്രേണികളാണ്. എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, 100, 102, 105, 110, 117, ഇനി അടുത്ത സംഖ്യ ഏതെന്ന്. ഇങ്ങനെ മത്സര പരീക്ഷകൾക്കെല്ലാം കാണുന്ന ഒരു ചോദ്യമാണ് അല്ലേ. ഇതിൻ്റെ മാർക്ക് പോകാതിരിക്കണമെങ്കിൽ നമുക്ക് ഇന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. 100 അടുത്തത് 102 ഇപ്പോൾ 2 കൂടി. 102, 105 അത് എത്രയും 3 കൂടിയേ. 105, 110, 105, 110 5 ഇവിടെ കൂടുതലുണ്ട്. ഇവിടെ 2 കൂടി, ഇവിടെ 3 കൂടി, ഇവിടെ 5 കൂടി, ഇവിടെയോ 110, 17, 7 കൂടി. അപ്പോൾ ഇത് ഈ സംഖ്യകളിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കിക്കേ. 2, 3, 5, 7 എന്നുള്ളത് ഇരട്ട സംഖ്യകളാണ്, ഈവൻ നമ്പേഴ്സ് അല്ല, ഒറ്റ സംഖ്യകൾ അല്ല, കാരണം ഇവിടെ 2 ഉണ്ട്, ഓഡ് നമ്പേഴ്സും അല്ല. പിന്നെ എന്തായിരിക്കും, ഇതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ. എന്ന് വെച്ചാൽ അഭാജ്യ സംഖ്യകളോ 2 ഘടകങ്ങൾ മാത്രമേ ഉള്ളതാണ് അഭാജ്യ സംഖ്യ. ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി, 2-ന് 1ഉം 2ഉം മാത്രമേ ഘടകങ്ങളുള്ളൂ, 3-ന് 1, 3 ഉള്ളൂ, 5-ന് 1, 5 ഉള്ളൂ, 7-നും 1, 7 മാത്രമേ ഉള്ളൂ. അങ്ങനെ അഭാജ്യ സംഖ്യകൾ ക്രമത്തിൽ കൂട്ടിയാണ് ഇത് പോയിരിക്കുന്നത് അല്ലേ. അപ്പോൾ 7 കഴിഞ്ഞാൽ പിന്നെ അടുത്ത അഭാജ്യ സംഖ്യ ഏതാണ്? 8 എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യയാണോ? അല്ല. 2 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്. അപ്പോൾ 4 ഘടകമുണ്ട്, അങ്ങനെയുള്ളത് അഭാജ്യ സംഖ്യ അല്ല. പിന്നെ 9 അല്ല, 1 ഉണ്ട്, 3 ഉണ്ട്, 9 ഉണ്ട്, പറ്റില്ല. 10-നും പറ്റില്ല, 1, 5, 10 ഉണ്ട്. പിന്നെ 11, 1ഉം 11 മാത്രമല്ല അതിൻ്റെ ഘടകങ്ങളുള്ളൂ. അപ്പോൾ ഇനി അടുത്ത് 11 കൂട്ടണം ഇവിടെ അല്ലേ. 117, 11 കൂട്ടിയാൽ എത്രയാണ്? 128. ഇതായിരിക്കും ഈ സംഖ്യ. ഇങ്ങനെ ഈ ക്രമം എത്ര വെച്ചാണ് കൂടി പോകുന്നത് എങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് കയ്യിലിരിക്കും. നമുക്ക് അടുത്ത് നോക്കിയാലോ. 1, 4, അപ്പോൾ 3 അല്ലേ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി നോക്കിയാൽ 4, 10 എന്ന് പറയുമ്പോഴോ 6 കൂടിയിട്ടുണ്ട്. 10, 22 എന്ന് പറയുമ്പോൾ എത്ര ഉണ്ട്? 12 കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് അറിയാം. അടുത്ത് നോക്കിയേ, 22, 46 എന്ന് പറയുന്നത് എത്ര കൂടിയിട്ടുണ്ട്? ഇതുണ്ടോ, 22, 24 കൂടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാ നോക്കിയാൽ 3ന്റെ ഇരട്ടി 6, 6ന്റെ ഇരട്ടി 12, 12ന്റെ ഇരട്ടി 24, അങ്ങനെ ഇരട്ടിച്ചാണ് കൂടിപ്പോയിരിക്കുന്നത്. അപ്പോൾ അടുത്ത എത്ര വരും നമുക്ക് ഊഹിച്ചെഴുതാം. എത്ര? 20 ഇതുണ്ടോ, 3ന്റെ ഇരട്ടി 6 കൂടി ഇവിടെ, 6ന്റെ ഇരട്ടി 12 ഇവിടെ കൂടി, 12ന്റെ ഇരട്ടി 24 ഇവിടെ കൂടി, 24ന്റെ ഇരട്ടി 48 ആയിരിക്കണം. ഈ 46ന്റെ കൂടെ കൂടുന്നുണ്ട്. അപ്പോൾ 48, ഇതിൻ്റെ ഇരട്ടി 24ന്റെ ഇരട്ടി 48 അല്ലേ, അത് ഈ 46ന്റെ കൂടെ കൂട്ടണം. 8 14, 94 ആയിരിക്കും അടുത്ത സംഖ്യ. ആണോ? ഈ പ്രത്യേകത നോക്കി വേണം നമ്മൾ അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ. അടുത്തത് 1, 11, അപ്പോൾ എത്രയാണ്? 10 ഇവിടെ കൂടിയിരിക്കുന്നത്. 11, 22, അത് എത്രയാണ്? 11 ഇവിടെ കൂടി അല്ലേ. 11, 22. ഇവിടെ എത്രയാണ് കൂടിയിരിക്കുന്നത്? 22, 34 എന്ന് പറയുമ്പോൾ 12 കൂടിയിട്ടുണ്ട്. അടുത്ത 34, 47, അത് എത്രയാണ് കൂടിയിരിക്കുന്നത്? 34, 47 എന്നുള്ള 13 അല്ലേ കൂടിയിരിക്കുന്നത്. 13 അല്ലേ. 34, 47, 47. അപ്പോൾ നോക്കിയാൽ 10, 11, 12, 13 അങ്ങനെ ക്രമത്തിൽ എണ്ണൽ സംഖ്യകൾ കൂടിപ്പോയിരിക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും കൂട്ടേണ്ടത് അടുത്ത പ്രാവശ്യം? 47ൻ്റെ കൂടെ 13 കഴിഞ്ഞാൽ 14 കൂടണം. 47, 14, 7, 4, 11, 2, 61 ആയിരിക്കും അടുത്ത സംഖ്യ. കാരണം 10, 11, 12, 13, അടുത്ത 14 കൂടണം അല്ലേ. 7, 4, 11, 2, 61 ആയിരിക്കും അടുത്ത സംഖ്യ. അപ്പം എണ്ണൽ സംഖ്യകൾ ക്രമത്തിലാണ് കൂടിപ്പോയിരിക്കുന്നത്. അടുത്ത് നോക്കിയാലോ. 8, 8ഉം 2ഉം ആണ് 10 അല്ലേ. ഇങ്ങനെ എഴുതി നോക്കിയാലേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. 10ഉം 4ഉം ആണ് 14, 14ഉം 16ഉം ആണ് 30. ഇനി അടുത്തത് എത്രയാണ് കണ്ടുപിടിക്കണം. എത്രയാണ് പിന്നെ 2ന്റെ സ്ക്വയർ അല്ലേ 4, 2 × 2 4, 4ന്റെ സ്ക്വയർ അല്ലേ 16. അതെ, അപ്പോൾ അടുത്തത് സ്ക്വയർ ആയിരിക്കും. 16ന്റെ സ്ക്വയർ വേണം അല്ലേ. 16, 16, 256. ഇതുണ്ടോ, 8 കഴിഞ്ഞപ്പോൾ ആ 2 കൂട്ടി, 2ന്റെ സ്ക്വയറായ 4 ഇവിടെ കൂടി അല്ലേ. 4ന്റെ സ്ക്വയറായ 16 ഇവിടെ കൂടി, 16ന്റെ സ്ക്വയറായ 256 ഇവിടെ കൂട്ടണം. 256ന്റെ കൂട്ടി 30 കൂട്ടും 206, 286 ഇവിടെ വരണം അല്ലേ. അപ്പം ഈ 8ൻ്റെ കൂടെ എത്ര കൂടിയ? 2 കൂടി. ഈ 10ൻ്റെ കൂടെ എത്ര കൂടി? ഈ 2ന്റെ സ്ക്വയറായ 4 ഇവിടെ കൂടിയേ. അതുപോലെ 14നോട് 30 എത്രയാ? ഈ 4ന്റെ സ്ക്വയറായ 16 ഇവിടെ കൂടിയേ. അതുപോലെ 16ന്റെ സ്ക്വയറായ 256 ഈ 30നോടൊപ്പം കൂടുമ്പോൾ 286, അങ്ങനെ കൂട്ടി എഴുതാം. ഇത് സ്ക്വയറാണ് വരുന്നത് കേട്ടോ. ഇതാണ് അഭാജ്യ സംഖ്യ. ഇത് ഇരട്ട സംഖ്യകൾ അതിൻ്റെ 3, 6 ഇരട്ടി പോയി. ഇതാണെങ്കിലോ തുടർച്ചയായ എണ്ണൽ സംഖ്യ കൂടി. ഇതാണെങ്കിൽ സ്ക്വയറായിട്ട് കൂടി. ഇനി അടുത്ത എങ്ങനെയാണെന്ന് നോക്കാം. 60, 64, 4 ഇവിടെ കൂടി. 64, 32. അപ്പോൾ ഇതെങ്ങനെയാ നോക്കിയേ. ഇത് ഇവിടെ 4 കൂടി. ഇവിടെ നോക്കി 64ൻ്റെ പകുതി 2. അപ്പം
നേരെ പകുതി എടുത്തേക്കുന്നത്. 64 പകുതി എഴുതി. അടുത്തത് 32 4. ഇവിടെ കണ്ടോ, ഇവിടെ വീണ്ടും 4 കൂടി. ഇവിടെ 4 ഇവിടെ പകുതിയായി, പിന്നെ 4 കൂടി. അപ്പോൾ അടുത്തതായിരിക്കും കണ്ടോ, പകുതി കണ്ടേക്കോ, 18. 36 പകുതി 18. അപ്പോൾ അടുത്തതായിരിക്കും കണ്ടോ, 4 പകുതി 4 പകുതി, അടുത്തത് 4 കൂട്ടണം അല്ലേ. ഇത് കണ്ടോ, ഇവിടെ പകുതിയല്ലേ എടുത്തേ, ഇനി അടുത്തത് 4 കൂട്ടണം. 18 4 22 കണ്ടോ. ഈ ക്രമത്തിൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സംഖ്യാശ്രേണികൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ മതി. ചിലതൊക്കെ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. ചിലത് ഇങ്ങനെ എഴുതി നോക്കിയാൽ ആ ക്രമം എങ്ങനെയാണ് കൂടി പോകുന്നതെന്ന് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി.